Hi friends, Precise Online PSC coaching class, University Assistant Batch, Max ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ഓൺ ഏജ് പാർട്ട് 1 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് റേഷ്യോ പ്രൊപ്പോർഷന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് റേഷ്യോന്റെ അതേ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഏജിന്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. അതായത് ഏജിന്റെ 100% പ്രോബ്ലംസും ഏത് കൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ റേഷ്യോന്റെ സിമിലർ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഏജിന്റെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓൺ ഏജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. റേഷ്യോന്റെ അതേ അപ്രോച്ച് തന്നെയാണ് നമ്മൾ പ്രോബ്ലംസ് ഓൺ ഏജിലും പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കാം, ഇവിടെ A is to B 4 is to 3 ആണ്. നമ്മൾ ജസ്റ്റ് എന്ത് അസ്യൂം ചെയ്യുന്നത് A is to B യുടെ ഏജസ് 4 is to 3 എന്ന് അസ്യൂം ചെയ്യാം. സം ഓഫ് ദെയർ ഏജസ് ആർ 28 ഇയേഴ്സ്. അതായത് അവരുടെ ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 28 ഇയേഴ്സ് ആണ് പറയുന്നത്. ദെൻ ഫൈൻഡ് A's ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഏത് ഫോർമാറ്റിലാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് റേഷ്യോ തന്നിട്ട് A is to B 4 is to 3 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അതിനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എയുടെയും ബിയുടെയും റേഷ്യോസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 4 is to 3. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സിൽ റേഷ്യോ കൺസെപ്റ്റിലാണ് പ്രോബ്ലം തരുന്നതെങ്കിൽ എപ്പോഴും ആ റേഷ്യോനെ നമ്മൾ യൂണിറ്റ് ഫോർമാറ്റിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ A is to B 4 is to 3 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും വെച്ചാൽ എയുടെ വാല്യൂ 4 യൂണിറ്റും ബിയുടെ വാല്യൂ 3 യൂണിറ്റും ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എയുടെ ഏജ് 4 യൂണിറ്റ് ആണെങ്കിൽ ബിയുടെ ഏജ് എത്ര വരെ വെച്ചാൽ 3 യൂണിറ്റ്സ് ആയിരിക്കും ബിയുടെ ഏജ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഇഫ് സം ഓഫ് ദെയർ ഏജസ് 28 ആണെങ്കിൽ എയുടെ ഏജ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എയുടെ ഏജ് 4 യൂണിറ്റും ബിയുടെ ഏജ് 3 യൂണിറ്റും ആണ്. ഓക്കെ, അപ്പോ ഇവരുടെ സം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എയുടെ 4 യൂണിറ്റും ബിയുടെ 3 യൂണിറ്റും ആണെങ്കിൽ ഇവരുടെ ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് യൂണിറ്റ് ടേംസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 7 യൂണിറ്റ്സ് ആണ് വരിക. 4 യൂണിറ്റ് പ്ലസ് 3 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എയുടെ ഏജ് 4 യൂണിറ്റ്സും ബിയുടെ ഏജ് 3 യൂണിറ്റ്സുമായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവരുടെ ഏജിന്റെ ടോട്ടൽ യൂണിറ്റ് ടേംസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 7 യൂണിറ്റ്സ് ആണ് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 28 ഇയേഴ്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട് ഈ 7 യൂണിറ്റ്സ് എന്ന് പറയുന്ന വാല്യൂ എന്തിനാണ് ഈക്വൽ ആവാന്ന് വെച്ചാൽ 28 ഇയേഴ്സിനാണ് ഈക്വൽ ആവുക. ഓക്കെ, 7 യൂണിറ്റ്സ് എന്ന് പറയുന്ന വാല്യൂ 28 ഇയേഴ്സിനാണ് ഈക്വൽ ആവുക. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കുക. ഓക്കെ, നമുക്ക് 7 യൂണിറ്റ്സ് 28 ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. 7 28 ഈക്വൽ എങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ 4 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ എയുടെ ഏജ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എയുടെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർലി തന്നിട്ട് 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതായത് എയുടെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 4 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ 4 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതാണ് എയുടെ ഏജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എയുടെ ഏജ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ് അവര്. അപ്പൊ ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 4 യൂണിറ്റിന്റെ വാല്യൂ 16 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എയുടെ ഏജ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ 16 ഇയേഴ്സ് ആയിരിക്കും എയുടെ ഏജ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ബേസിക് പ്രോബ്ലത്തിന് സെക്കൻഡ് ആണ്. സിമിലർ ഫോർമാറ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഇതും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നോക്കാം. ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് A is to B 5 is to 7 തന്നിരിക്കുന്നത്. സം ഓഫ് ദെയർ ഏജസ് തന്നിരിക്കുന്നത് 84 ഇയേഴ്സ്. ഓക്കെ, സം ഓഫ് ദെയർ ഏജസ് 84 ഇയേഴ്സ് ആണ്. നമ്മുടെ ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും ദെൻ ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദെയർ ഏജ്. അതായത് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത് നോക്കാം. സിമിലർ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഇത് കണക്കാക്കാൻ പറ്റും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതുക A is to B എത്രയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, 5 is to 7. അപ്പൊ നമ്മൾ സാധാരണ യൂണിറ്റ് ഫോർമാറ്റിൽ തന്നെ
റേഷ്യോസിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഇപ്പൊ എയുടെ ഏജ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആയിട്ടും ബിയുടെ ഏജ് എന്ന് പറയുന്നത് 7 യൂണിറ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി കറക്റ്റ് ചെയ്ത് നോക്കുക. സം ഓഫ് ദെയർ ഏജസ് 84 ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സിമിലർ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്തെടുക്കുക, സം ഓഫ് ദി ഏജസ് എടുക്കുക. ദാറ്റ് ഈസ് എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി എടുക്കുന്നെങ്കിൽ എയുടെ ഏജ് 5 യൂണിറ്റ്സ് ആണ്, ബിയുടെ ഏജ് 7 യൂണിറ്റ്സ് ആണ് വരിക. അപ്പൊ ഇവരുടെ ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവരുടെ ഏജിന്റെ ടോട്ടൽ എത്ര വരുന്നത് വെച്ചാൽ 12 യൂണിറ്റ്സ് ആണ് വരിക. അപ്പൊ ഇവരുടെ ഏജിന്റെ ടോട്ടൽ ആയിട്ടുള്ള 12 യൂണിറ്റ്സ് എന്തിനാണ് റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ 84 ഇയേഴ്സിനെയാണ് ഈ 12 യൂണിറ്റ്സ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് 12 ഇയേഴ്സ് എന്ന് പറയുന്ന 84 ഇയേഴ്സ് ആണ് വരിക. അപ്പോൾ നെക്സ്റ്റ് എന്താ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണോ അത് ഫൈൻഡ് ചെയ്യണം. അത് 12 യൂണിറ്റ്സ് 84 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതായത് 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരുന്നത് വെച്ചാൽ 7 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഏജ് ഡിഫറൻസ് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഏജസ് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണക്കാക്കുന്നത് വെച്ചാൽ നമുക്കറിയാം ബിയുടെ ഏജ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സും ആണ്, എയുടെ ഏജ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ടേംസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബിയുടെ 7 യൂണിറ്റും എയുടെ 2 യൂണിറ്റ്സും ആണെങ്കിൽ ഇവരുടെ ഏജസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 7 യൂണിറ്റ് മൈനസ് 5 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത് 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് അറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ 7 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരുന്നത് വെച്ചാൽ ജസ്റ്റ് 7ന്റെ ഡബിൾ, ദാറ്റ് ഈസ് 14 ഇയേഴ്സ് ആണ്. ഓക്കെ, നമുക്കപ്പോ അടുത്ത പ്രോബ്ലം എങ്ങനെ വരുന്ന നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ബേസിക് പ്രോബ്ലത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലെ പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക, a is to b 6 is to 5 ആണ്. if product of their ages are 270 years ആണ്. അതായത് ഇവരുടെ ഏജസിന്റെ പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ ഏജസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് വെച്ചാൽ 270 ആണ് കിട്ടുക. എങ്കിൽ എയുടെ ഏജ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ പോലെ തന്നെ a is to b എഴുതാം. ദാറ്റ് ഈസ് 6 യൂണിറ്റ് is to 5 യൂണിറ്റ്. ഓക്കെ, എയുടെ 6 യൂണിറ്റും ബിയുടെ 5 യൂണിറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് കണക്കാക്കുന്നത് വെച്ചാൽ ഇവരുടെ ഏജസിന്റെ പ്രൊഡക്റ്റ് ആണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവരുടെ ഏജസിന്റെ പ്രൊഡക്റ്റ് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 6 യൂണിറ്റിനെയും 5 യൂണിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് a into b, ദാറ്റ് ഈസ് 6 യൂണിറ്റ് into 5 യൂണിറ്റ് ആണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 6 യൂണിറ്റ് into 5 യൂണിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് ആയി നോക്കുക. 6 into 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്നത് വെച്ചാൽ 30 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ 6 into 5 എന്ന് പറയുന്നത് എത്ര വരിക, 30 ആണ് വരിക. ഇനി നമ്മൾ ഏതൊക്കെയാണ് റിമൈനിങ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് വാല്യൂ വരുന്നത് വെച്ചാൽ യൂണിറ്റ് സ്ക്വയർ ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, അതായത് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് എത്ര വാല്യൂ വരുന്നത് വെച്ചാൽ യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും വാല്യൂ വരുന്നത്. നമുക്കറിയാം യൂണിറ്റ് പ്ലസ് യൂണിറ്റും യൂണിറ്റ് മൈനസ് യൂണിറ്റും ആണെങ്കിൽ എന്തിനാണ് വാല്യൂ വരിക, യൂണിറ്റ് തന്നെയാണ് വാല്യൂ വരിക. അതായത് ഇപ്പം 6 യൂണിറ്റ് പ്ലസ് 5 യൂണിറ്റ് എന്ന് പറയുന്നത് 11 യൂണിറ്റ് ആണ് വരിക. 6 യൂണിറ്റ് മൈനസ് 5 യൂണിറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് വരിക. പക്ഷെ നമ്മൾ ഈ കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ 6 യൂണിറ്റ് ഇൻറ്റു 5 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അത് 6 യൂണിറ്റിനെ 5 യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റും യൂണിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ യൂണിറ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 6 into 5 എന്ന് പറയുന്നത് 30 ആണ് വരിക. യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരിക, യൂണിറ്റ് സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 30 യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ 270 എന്ന് പറയുന്ന ഇയേഴ്സിനായിരിക്കും ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, അത് 30 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്നത് വെച്ചാൽ 270 യൂണിറ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ 30 യൂണിറ്റ് സ്ക്വയർ 270 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും,
സീറോ സീറോ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് 3 യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 27 ഇയേഴ്സ് ആണ്. ശ്രദ്ധിക്കാം, 30 യൂണിറ്റ് സ്ക്വയർ 270 ഇയേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്, നമുക്ക് ബേസിക് ആയിട്ട് ചെയ്തു പോവാം. നമുക്കറിയാം 30 യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 270 ഇയേഴ്സ് ആണ് വരിക. അപ്പൊ നമ്മൾ യൂണിറ്റ് സ്ക്വയറിന്റെ വാല്യൂ എത്ര വരണം നോക്കാം. 30 യൂണിറ്റ് സ്ക്വയർ 270 ഇയേഴ്സ് ആണെങ്കിൽ യൂണിറ്റ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും വെച്ചാൽ ഈ 30 ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 270/30 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 270/30 ഇയേഴ്സ്. നമുക്കറിയാം യൂണിറ്റ് സ്ക്വയറിന്റെ വാല്യൂ ആണ് 270/30 എന്ന് കിട്ടുന്നത്. അതായത് യൂണിറ്റ് സ്ക്വയർ ഈക്വൽസ് നമുക്ക് എത്ര കിട്ടുക 270/30 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത് വെച്ചാൽ 9 ഇയേഴ്സ് ആണ് ഈക്വൽ ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിറ്റ് സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് വെച്ചാൽ 9 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ പ്രോബ്ലം എന്താണ് കണക്കാക്കുന്നത്, ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് കണക്കാക്കുന്നത്. നമുക്കറിയാം യൂണിറ്റ് സ്ക്വയറിന്റെ വാല്യൂ 9 ആണെങ്കിൽ യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണ്. ദാറ്റ് ഈസ് യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 3 ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടുക യൂണിറ്റിന്റെ വാല്യൂ. അതായത് ഇപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 3 ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, മെയിൻ ആയിട്ടും യൂണിറ്റുകളും നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ വരിക, യൂണിറ്റ് സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് ആണ് വരിക. ഓക്കെ, എന്നിട്ട് ഏത് വാല്യൂലാണോ അത് ഈക്വൽ ആവുന്നത് ആ വാല്യൂവിന്റെ സ്ക്വയർ റൂട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ എപ്പോഴും കണക്കാക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് 3 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ഫൈൻഡ് ചെയ്യുന്നത് എയുടെ ഏജ് ആണ് കണക്കാക്കുന്നത്. അപ്പൊ നമുക്കറിയാം എയുടെ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ട് 6 യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. എയുടെ ഏജ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ 3 ആണ് എങ്കിൽ 6 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ എത്ര വരിക 3യുടെ എത്ര ടൈംസ് വരിക, ഒരു യൂണിറ്റ് 3 ആണെങ്കിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റിന് 6 ടൈംസ് ആണ് വരിക. അപ്പൊ 3യുടെ 6 ടൈംസ് ദാറ്റ് ഈസ് 18 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ എയുടെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്നത് വെച്ചാൽ 18 ആണ് വരിക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് 6 × 9 45 അല്ലെങ്കിൽ 6 × 9 54 5 × 9 45 എന്ന് പറയുന്ന ഈ രണ്ട് കൺസെപ്റ്റ് അല്ല എയുടെയും ബിയുടെയും ഏജസ് വരിക. ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ എയുടെ ഏജ് എന്ന് പറയുന്നത് 18 വരും, ബിയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 15 ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി മനസ്സിലാക്കുക, യൂണിറ്റുകളും നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് മെയിൻ പാർട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലംസ് ഓൺ ഏജ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടും ഏജസിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ഈ ടൈപ്പ് പ്രോബ്ലം. അതായത് ഇപ്പോൾ A:B 3:7 ആണ്. ആഫ്റ്റർ 6 years their ages are in the ratio 5:9 ആണ് അല്ലേ. ഇപ്പൊ A:B 3:7 എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ പ്രസന്റ് ഏജസ് എന്ത് വരിക 3:7 വരിക. ഇനി 6 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോസ് 5:9 ആണ് ആവുന്നത് എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചത്. ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞാൽ ഈ 3:7ന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക 5 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എയുടെയും ബിയുടെയും പ്രസന്റ് റേഷ്യോസ് തന്നിട്ടുണ്ട് അല്ലെ. എയുടെയും ബിയുടെയും പ്രസന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ എയുടെ 3 ബിയുടെ 7 നമ്മൾ എന്ത് ചെയ്യുമ്പോൾ യൂണിറ്റ് ടേംസിലോട്ട് അതിനെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതായത് എയുടെ 3 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ബിയുടെ 7 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 6 years ആഫ്റ്റർ their ages 5:9 ആണ്. അപ്പം എന്ത് വെച്ചാൽ ആഫ്റ്റർ 6 years ഏത് റേഷ്യോയിലാണ് അവർ എത്തുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ആഫ്റ്റർ 6 ആണെന്ന് പറയുന്നതെങ്കിൽ അവരുടെ റേഷ്യോസ് എത്രയ്ക്കാന്ന് വെച്ചാൽ 5:9 എന്ന് വരിക 6 ഇയേഴ്സിന് ശേഷമുള്ള അവരുടെ റേഷ്യോസ്. എയുടെ 5 യൂണിറ്റ് വരും, ബിയുടെ 9 യൂണിറ്റ്സ് ആണ്. ഓക്കെ, എങ്കിൽ അവരുടെ പെർസെന്റേജസ് ആണ്. പെർസെന്റേജസ് പറഞ്ഞാൽ ഈ 3 യൂണിറ്റിന്റെയും 7 യൂണിറ്റിന്റെയും ആക്ച്വൽ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതാണ് പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ്. ഈ പ്രോബ്ലത്തിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലും കൂടെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം എയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്,
6 വർഷങ്ങൾക്ക് ശേഷം എയുടെ ഏജ് 5 യൂണിറ്റ് ആണ് ആവുന്നത്. അപ്പൊ നമുക്കറിയാം എയുടെ പ്രസന്റ് ഏജ് ആയിട്ടുള്ള 3 യൂണിറ്റിൽ നിന്ന് 6 വർഷത്തിന് ശേഷമുള്ള 5 യൂണിറ്റ് ആവണമെങ്കിൽ എത്ര യൂണിറ്റ് അഡീഷൻ ആണ് വരുന്നത് വെച്ചാൽ 2 യൂണിറ്റിന്റെ അഡീഷൻ ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, എയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. എയുടെ പ്രസന്റ് ആയിട്ടുള്ള 3 യൂണിറ്റിൽ നിന്ന് എയുടെ 6 ഇയേഴ്സിന് ശേഷമുള്ള 5 യൂണിറ്റ് ആവണമെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ 2 യൂണിറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സിമിലർ കേസ് ആണ് ബിയുടെ കേസ് വരിക. ബിയുടെ പ്രസന്റ് ആയിട്ടുള്ള 7 യൂണിറ്റിൽ നിന്ന് ആഫ്റ്റർ 6 ഇയേഴ്സ് 6 വർഷത്തിന് ശേഷമുള്ള 9 യൂണിറ്റ് എത്തണമെങ്കിൽ ബിയുടെ പോർഷൻ നമ്മൾ എത്ര യൂണിറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ 2 യൂണിറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 7ൽ നിന്ന് 9 യൂണിറ്റ് ആവാനും 2 യൂണിറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എയുടെ പ്രസന്റ് ആയിട്ടുള്ള 3 യൂണിറ്റിൽ നിന്ന് 5 യൂണിറ്റ് ആവണമെങ്കിൽ എത്ര ഇയേഴ്സിന്റെ അഡീഷൻ ആണ് തന്നിരിക്കുന്നത് നോക്കുക. അത് 3 യൂണിറ്റിൽ നിന്ന് 5 യൂണിറ്റ് ആവാൻ എത്ര ഇയേഴ്സിന്റെ അഡീഷൻ ആണ് വരുന്നത് വെച്ചാൽ 6 ഇയേഴ്സിന്റെ അഡീഷൻ ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബിയുടെ 7 യൂണിറ്റിൽ നിന്ന് 9 യൂണിറ്റ് എത്താൻ എത്രയാണ് അല്ലെങ്കിൽ എത്ര ഇയേഴ്സിന്റെ അഡീഷൻ ആണ് വരുന്നത് വെച്ചാൽ 6 ഇയേഴ്സിന്റെ അഡീഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ ആഡ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ് വരിക. ആക്ച്വൽ കൺസെപ്റ്റ് നമ്മൾ നോക്കുന്നതെങ്കിൽ 6 ഇയേഴ്സിന്റെ അഡീഷൻ വരിക. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും നമ്മൾ ആഡ് ചെയ്യുന്ന 2 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഈക്വൽ ആവുന്നത് വെച്ചാൽ 6 ഇയേഴ്സിനാണ് ഈക്വൽ ആവുന്നത്. ആഡ് ചെയ്യുന്ന 2 യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആക്ച്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. അപ്പൊ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഈക്വൽ ആവുക വെച്ചാൽ 6 ഇയേഴ്സിനാണ് ഈക്വൽ ആവുക. ഓക്കെ, നമുക്കറിയാം 2 യൂണിറ്റ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രസന്റ് ഏജസ് ആണ് കണക്കാക്കുന്നത്. അവരുടെ പ്രസന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. എയുടെ 3 യൂണിറ്റും ബിയുടെ 7 യൂണിറ്റും ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എയുടെ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് 3 ആണെന്ന് അറിയാം. അപ്പൊ 3 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3യുടെ 3 ടൈംസ് 9 ഇയേഴ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ബിയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ബിയുടെ 7 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം 1 യൂണിറ്റിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ 7 യൂണിറ്റിന്റെ വാല്യൂ എത്ര വെച്ചാൽ 21 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രസന്റ് ഏജസ് കണക്കാക്കാൻ വെച്ചാൽ ഈ യൂണിറ്റുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോ ആഫ്റ്റർ 6 ഇയേഴ്സ് കണക്കാക്കാൻ വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ യൂണിറ്റുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത മെയിൻ പ്രോബ്ലത്തിലേക്ക് പോവാം. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തത് ആഫ്റ്റർ എന്നുള്ള കൺസെപ്റ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബിഫോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതായത് A:B 6:5 ആയിരിക്കും അല്ലെ. നമ്മൾ കറക്റ്റ് പ്രശ്നം എയുടെയും ബിയുടെയും പ്രസന്റ് ഏജസിന്റെ റേഷ്യോ നമ്മൾ എത്ര എടുക്കുന്നത് വെച്ചാൽ 6 യൂണിറ്റും 5 യൂണിറ്റും എടുക്കും. അതായത് എയുടെ ഏജ് 6 യൂണിറ്റ് ആയിട്ട് എടുക്കുക, ബിയുടെ ഏജ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത് വെച്ചാൽ 8 ഇയേഴ്സ് എഗോ എന്നാണ് പറയുന്നത്. പ്രസന്റ് ഏജിൽ നിന്ന് എത്ര ഇയേഴ്സ് പുറകിലോട്ടാകുന്നത് അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് മുമ്പോട്ടാണ്, 8 ഇയേഴ്സ് ആണ് മുമ്പോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ 8 ഇയേഴ്സ് എഗോ എന്ന് പറയുമ്പോൾ അവരുടെ റേഷ്യോ എങ്ങനെ വെച്ചാൽ എ വാസ് ട്വൈസ് ഓൾഡർ ദാൻ ബി ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ എയുടെ ഏജ് എന്ന് പറയുന്നത് ബിയുടെ ഏജിന്റെ ഡബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ എയുടെ ഏജ് ബിയുടെ ഏജിന്റെ ട്വൈസ് ആണ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ എയുടെ ഏജ് എന്ന് പറയുന്നത് ബിയുടെ ഏജിന്റെ കറക്റ്റ് എന്തായിരിക്കണം, ഡബിൾ ആണ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബിയുടെ ഏജ് ഇപ്പോ 1 യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ എയുടെ ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ ബി 1 യൂണിറ്റ് ആണെങ്കിൽ എയുടെ ഏജ് എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് ഡബിൾ, ദാറ്റ് ഈസ് 2 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എ വാസ് ട്വൈസ് ഓൾഡർ ദാൻ ബി ആണ്. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, എയുടെ 2 ആയിട്ട് അസ്യൂം ചെയ്യാം, ബിയുടെ 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പഠിക്കണം then find difference of their ages ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നോക്കുക, എയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. പിന്നെ 8 വർഷങ്ങൾക്ക് മുമ്പ് എയുടെ വയസ്സ് അല്ലെങ്കിൽ എയുടെ ഏജിന്റെ റേഷ്യോ എന്നിരിക്കുന്നത് 2 യൂണിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ബിയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ബിയുടെ റേഷ്യോ അതായത് ഏജിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് 1 യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കെയർഫുള്ളി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എയുടെ പ്രസന്റ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ് എങ്കിൽ 2 യൂണിറ്റ് ആവണമെങ്കിൽ എയുടെ ഏജിൽ നിന്ന് എത്ര യൂണിറ്റ് ആണ് ലെസ് ചെയ്തത് വെച്ചാൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ലെസ് ചെയ്തത്. അതായത് 6 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആവണമെങ്കിൽ 4 യൂണിറ്റ് ആണ് നമ്മൾ ലെസ് ചെയ്തത്. അതേപോലെ തന്നെ ബിയുടെ 5 യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റ് ആവാൻ എത്ര യൂണിറ്റ് ആണ് നമ്മൾ ലെസ് ചെയ്തത് വെച്ചാൽ 4 യൂണിറ്റ് തന്നെയാണ് ലെസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി പറയുന്നുണ്ട് എയുടെ 6 യൂണിറ്റിൽ നിന്നും എക്ക് 2 യൂണിറ്റ് ആവണമെങ്കിൽ എത്ര ഇയേഴ്സ് ആണ് ലെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ആണ് പുറകോട്ട് കൊണ്ടുവന്നത് വെച്ചാൽ 8 വർഷമാണ് പുറകോട്ട് കൊണ്ടുവന്നത്. അപ്പൊ 6 യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ് ആവണമെങ്കിലും അതുപോലെ തന്നെ 5 യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റ് ആവണമെങ്കിൽ എത്ര ഇയേഴ്സ് ആണ് പുറകോട്ട് കൊണ്ടുവന്നത് വെച്ചാൽ 8 വർഷമാണ് പുറകോട്ട് കൊണ്ടുവന്നത്. -8 years. ഓക്കെ, ഇവിടെ എത്ര വെച്ചാൽ -8 years ആണ്. അതായത് ഇപ്പൊ 4 യൂണിറ്റ് ലെസ് ചെയ്യുന്നതിന് പകരം ആക്ച്വൽ ടേംസ് ആണ് നോക്കുന്നതെങ്കിൽ 8 ഇയേഴ്സ് ആണ് ലെസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ എന്ത് പറയുന്നത് വെച്ചാൽ ഈ -4 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഈക്വൽ ആവുക എന്ന് വെച്ചാൽ -8 years ആണ് ഈക്വൽ ആവുക. അതായത് -4 യൂണിറ്റ്സ് എന്ന് പറയുന്നത് -8 years ആണ് ഈക്വൽ. അപ്പൊ നമുക്കറിയാം മൈനസ് ക്യാൻസൽ ആകും അല്ലെങ്കിൽ പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 8 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 4 യൂണിറ്റ് 8 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, 1 യൂണിറ്റിന്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പൊ 4 യൂണിറ്റ് 8 ആണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരുന്ന 1 യൂണിറ്റിന്റെ വാല്യൂ 2 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വർഷം മുമ്പാണെങ്കിലും ശരി എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ശരി ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആൾവേസ് സെയിം തന്നെയായിരിക്കും. നമുക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 8 വർഷങ്ങൾക്ക് മുമ്പ് എയുടെ 2 യൂണിറ്റ് ബിയുടെ 1 യൂണിറ്റ് ആണ്. അപ്പൊ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, 2 - 1 യൂണിറ്റ് ആണ് വരിക. ഇപ്പൊ പ്രസന്റ് റേഷ്യോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എയുടെ 6 യൂണിറ്റ് ആണ് ബിയുടെ 5 യൂണിറ്റ് ആണ്. അപ്പോഴും ഏജ് ഡിഫറൻസ് എത്ര വരിക, 1 യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായി മനസ്സിലാക്കുക ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പായാലും ശരി എത്ര വർഷങ്ങൾക്ക് ശേഷമായാലും ശരി അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആൾവേസ് സെയിം. അപ്പൊ എയുടെയും ബിയുടെയും ഏജസിന്റെ ഡിഫറൻസ് കണക്കാക്കാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ A - B ആണെന്ന് നോക്കുന്നെങ്കിൽ ഏത് കേസിൽ A - B എടുത്താലും ശരി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. 2 - 1 ആയാലും ശരി 6 - 5 ആയാലും ശരി ഏജിന്റെ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 1 യൂണിറ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട് 1 യൂണിറ്റിന്റെ വാല്യൂ 2 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 2 ഇയേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ് ഇവരുടെ ഏജിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് പ്രോബ്ലംസ് ഓൺ ഏജ് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കുറച്ച് ബേസിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മെയിൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫർദർ അപ്ഡേറ്റ്സിനും ഫർദർ വീഡിയോസ് അവൈലബിൾ ആവാൻ അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത പാർട്ടില് ഇതിന്റെ അല്ലെങ്കിൽ അടുത്ത മാത്സ് ക്ലാസ്സിൽ ഇതിന്റെ രണ്ടാമത്തെ സെക്ഷൻ പ്രോബ്ലംസ് ഓൺ ഏജിന്റെ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും